വാഴ 2 കിട്ടിലൻ പടം. കിട്ടിലൻ പടം എന്താ പറയുക, നമ്മൾ ഒരു അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് വാഴ 2. ഭയങ്കര ഒരു എൻ്റർടൈനർ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആക്കുന്ന സിനിമയാണ്. നമ്മുടെ സ്കൂൾ ലൈഫിലായാലും സ്കൂൾ ലൈഫ്, ലവ്, ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ സിബ്ലിങ്സുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ്, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ഗംഭീര പടമാണ് വാഴ 2. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവന്മാരുടെ ഇത്തിരി തമാശകളൊക്കെ കണ്ടിരിക്കാനുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ തമാശ അടിപൊളിയായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ വന്ന ഇമോഷണൽ സീനുകളൊക്കെ ഹാഷിർ ആൻഡ് ഗ്യാങ് കിട്ടില്ലെന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ അത്രയും ടാലൻറ്റഡ് ആണെന്ന് ഒന്നുകൂടെ തെളിയിക്കുകയാണ്. സംഭവം നമ്മൾ അതിൻ്റെ വീഡിയോസിലേക്ക് ഹ്യൂമറൊക്കെ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ അതായിട്ട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അവർ ഞെട്ടിച്ച് കളഞ്ഞു. നല്ല നല്ല രീതിയിൽ ആ സാധനത്തിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പടത്തിൻ്റെ റൈറ്റർ വിപിൻ ദാസാണ്. നല്ല ഗംഭീര എഴുത്താണ്. ഓരോ ക്യാരക്ടേഴ്സിനും വ്യക്തമായി എഴുതി ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു സംഭവമില്ല. ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ടുള്ള ഒരു പടം. ഫസ്റ്റ് ഹാഫ് മൊത്തം ശരിയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പതിയെ ഒരു ഇമോഷണലി ആയിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു തരത്തിൽ. സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം കരഞ്ഞു ഞാൻ പടം കണ്ടിട്ട്. അവസാനം ഭയങ്കര ഇമോഷണലി ഞാൻ പറഞ്ഞു ഭയങ്കര കണക്റ്റ് ആകുന്ന ഒരു പടമാണ്. അത് ഒരു ഗംഭീരമായിട്ട് തന്നെ ആക്ടേഴ്സ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമില്ല. ഈ പുതിയ ആൾക്കാരാണെന്നുള്ള രീതിക്ക് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത തരത്തിൽ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. സവിൻ ബ്രോ ബേയ് ഫസ്റ്റ് പടമാണ് പുള്ളിയുടെ. സവിൻ ബ്രോ ദ ഡയറക്ടർ ഓഫ് ദ മൂവി. എന്ത് കിടിലായിട്ടാണ് ഓരോ സീനുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസിന് ഇൻ്റർവെല്ലിന് മുമ്പ് എങ്ങനെ ആ ഒരു സീൻ കിട്ടില്ലാനായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു പുതിയ ആൾക്കാരുടെ ഒരു സിനിമയിൽ ഇത്തരത്തിലൊരു ഫൈറ്റ് സീക്വൻസ് അവിടെ പ്ലേസ് ചെയ്തിട്ട് ഗംഭീരമായിട്ട്. ഒപ്പം ടെക്നിക്കൽ സൈഡ് എല്ലാം എടുത്ത് പറയണം. എഡിറ്റിംഗ് ആയാലും ശരി, മ്യൂസിക്, പാട്ടുകൾ ഒരു രക്ഷയില്ല. അത് പ്ലേസ് ചെയ്ത രീതിയും രക്ഷയില്ല. അവസാനത്തെ ആ സോങ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ഇമോഷണലി ഭയങ്കര ഇതായിപ്പോവും. ആ ഒരു ഗംഭീര പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ എടുത്തു പറയാൻ ഓരോന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ നല്ല സ്കൂൾ ലൈഫൊക്കെ നല്ല തമാശയായി കൊണ്ടുപോയി. അതിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്ന് അതിൻ്റെ ഒരു ചാബല്യങ്ങളും കാര്യങ്ങളും. പിന്നീട് നമുക്കറിയാം നമ്മൾ സ്കൂൾ ലൈഫിൽ എത്ര അടിച്ചു പൊളിച്ച് നടന്നിട്ട് പിന്നെ പതുക്കെ ലൈഫിൻ്റെ ഒരു ഇതിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരും സ്പ്ലിറ്റായി പോകുന്നതും അതൊക്കെ ഭയങ്കര രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാൻ കുറേ സീനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, കിടിലനാണത്. അതിന് മുമ്പ് ഒരു നല്ല തിയേറ്ററിനകത്ത് ഒരു പോലീസിനെ ഭയങ്കര കളിയാക്കുന്ന സീനുകളുണ്ട്. ചിരിച്ചൂപ്പാട് വന്നു അമ്മാതിരി സീനായിരുന്നു. പിന്നെ അൽഫോൺസ് പുത്രൻ്റെ കുറച്ച് നേരത്തെ ഒരു കിടിലൻ സാധനം ഉണ്ട്. വളരെ കുറച്ച് നേരത്തെ ഉള്ളൂ, പക്ഷെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. ആ സിനിമയിൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഒപ്പം പിന്നെ ഇമോഷണൽ സൈഡ് ബിജുക്കുട്ടനൊക്കെ ഗംഭീരമായി ചെയ്തു. ബിജുക്കുട്ടനും ആ പുള്ളിയും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഹാഷിർ ആണെങ്കിലും ഇമോഷണൽ സീൻസ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്, ഹാഷിർ, അലനൊക്കെ 4 പേരും അവർ ഇമോഷണൽ സീൻസൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അത്രയും ചിരിപ്പിച്ച അവസാനം നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പ്ലസ് ക്ലൈമാക്സ് ഒരു കിടിലൻ സാധനമുണ്ട്. അതും കൂടി ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയ ഒരു ഗംഭീര പടമാണ് വാഴ 2. തീർച്ചയായും മസ്റ്റ് വാച്ചാണ്. ഫാമിലി ആയിട്ട് പോയി കാണാം. പടം ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.